എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഇതിൻ്റെ അനാലിസിസ് ചെയ്യും. ഇൻഡെക്സ് ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം പർപ്പസ് ലെവൽസ് ആണ്. സോ ലോഞ്ച് ചെയ്യുക, ഏൺ ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റി ചാർട്ടിൽ കിടക്കാം. നിഫ്റ്റി ചാർട്ട് കിടക്കുന്ന മുന്നേ സോറി കുറച്ച് ദിവസമായിട്ട് ബിസി ആയിരുന്നു ഷെഡ്യൂൾ, അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പർലി വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നു. ബട്ട് യെസ്, ഗ്യാപ്പ് നോക്കി ഞാൻ വീഡിയോ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് മിഡ് നൈറ്റിലിട്ടു. മോർണിംഗ് ഇന്നത്തെ വീഡിയോ ഞാൻ ആക്ച്വലി മോർണിംഗ് ഇട്ടായിരുന്നു, സോറി മിഡ് നൈറ്റ് ഇട്ടായിരുന്നു ലാസ്റ്റ് ടൈം മോർണിംഗിലായിട്ട്. സോ എന്തായാലും വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഞാൻ നമ്മുടെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, അത് ഒത്തിരി പേർ കണ്ടില്ല. അത് ക്രോസ് ചെക്ക് ചെയ്യണം, കാരണം വെച്ചാൽ അതിന് പ്രോപ്പർലി ഈ ലെവൽസാണ് ഞാൻ കൊടുത്തായിരുന്നു. ഞാൻ പ്രോപ്പർലി എടുത്തു പറഞ്ഞായിരുന്നു ഈ ഹൈ, യെസ്റ്റർഡേ ഹൈ ആൻഡ് ലോ ഇത് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ, എത്ര വലിയൊരു ഹ്യൂജ് ക്യാൻഡിൽ ഒരു ഉണ്ടാക്കി വെച്ചേക്കണം ഡെയിലി ടൈം ഫ്രെയിമിൽ, അതിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മൂവ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ മൂവ് കിട്ടത്തില്ല. ഇന്ന് ഗ്യാപ്പ് ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു, പ്രൈസ് മുകളിൽ പോയി, എന്തിന് എക്സാക്ട് അവിടെ റിജക്ഷൻ എടുത്തു വേണം താഴേക്ക് സൈഡ് വേസ് ആക്കി. എന്തിന് അത് എക്സ്പയറി ഉള്ള റൂളാണ്, എല്ലാവർക്കും അറിയാം. റെഗുലർ വ്യൂവേഴ്സ് മസ്റ്റായിട്ട് അറിയായിരിക്കും. ആ റൂൾ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. മീൻസ് ആ റൂൾസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രീമിയം എക്സ്പയറിയുടെ അന്ന് പ്രീമിയം 9:30 to 10 o'clock, അതിൻ്റെ ഇടയിൽ പ്രീമിയം ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹ്യൂജ് മൂവ് കിട്ടത്തുള്ളൂ. പ്രീമിയം ലോ ആണെങ്കിൽ മൂവ് കിട്ടത്തില്ല. അതങ്ങനെയാണ്, അത് യൂഷ്വലി എല്ലാ എക്സ്പയറീസ് അങ്ങനെയാണ്. സോ ഇന്ന് അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു, ഇന്ന് മൂവ് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഗുഡ് മൂവ് ഒരു ഹ്യൂജ് മൂവ് കാണുമോ എന്ന്. അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, ചെറിയൊരു മൂവ് മാത്രമേ ഇന്നുണ്ടായുള്ളൂ. സോ വീഡിയോ ക്രോസ് ചെക്ക് ചെയ്യണം, മറക്കരുത്. എല്ലാവരും കാണണം, മസ്റ്റായിട്ട് കാണണം. ഒത്തിരി കുറച്ച് പേര് കണ്ടിട്ടുള്ളൂ, അധികം പേരൊന്നും കണ്ടിട്ടില്ല, പ്രോപ്പർലി കാണണം. ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇവിടുന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇത് മറക്കാണ്ട് നമ്മൾ നോക്കിക്കോ. ഓക്കെ, അത് മറക്കാണ്ട് നമ്മൾ പ്രോപ്പർലി നമ്മൾ ആ ചാർട്ടിൽ വരച്ച് വെക്കണം, അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ബിഗർ ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ, 1 day ടൈം ഫ്രെയിമിൽ ഞാൻ ഇത് റീഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടു, ടൈപ്പ് ഓഫ് ഹാങ്ങിങ് മാൻ ആണ് കണ്ടോ. ഡെയിലി ടൈം ഫ്രെയിമിൽ ഹാങ്ങിങ് മാൻ ആണ് ആ ഒരു ക്യാൻഡലിൻ്റെ പേര് നമ്മൾ പറയാറുള്ളൂ. സോ അതിൻ്റെ ആ ഒരു പ്രൈസ് അതിൻ്റെ അബവ് പോയാൽ മാത്രമേ ഫർദർ അപ്പ് മൂവ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പ്രൈസ് ഇതിൻ്റെ ലോ, ഈ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് താഴേക്ക് കിട്ടും. സോ ഇൻ ഷോർട്ട്, പ്രൈസ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് നമ്മുടെ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ ക്ലോസിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 days ആയിട്ട് റെഡ് ക്ലോസിംഗ് ആണ്. ദാറ്റ് മീൻസ് വീക്ക് സൈൻ ആണ്, ബട്ട് കോഷൻ സൈൻ ആണെന്ന് പറയാം. വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ബുൾസ് സ്ട്രോങ് അല്ല. ഓക്കെ, ബിയേഴ്സ് കൺഫ്യൂഷനിലാണ്. ഓക്കെ, സോ ആ ഒരു ഫേസ് ആണ് ഇപ്പോൾ നടക്കുന്നുള്ളൂ ആക്ച്വലി. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ. ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ എന്താണ്, സ്മോൾ ടൈം ഫ്രെയിമിൽ ഞാൻ ഇന്ന് മോർണിംഗിൽ പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ റീഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. ഇപ്പോൾ സപ്പോസ് ഇത് ടോപ്പാണ്. ഓക്കെ, സോ ഇത് റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടുന്ന് ഇത് എ, ഇത് ബി ആൻഡ് സി താഴേക്കാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സ്ട്രക്ചർ. ബട്ട് ഇതിൻ്റെ കൺഫർമേഷൻ ഇതിൻ്റെ ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ. ഇതിങ്ങനെയാണ് എ. ഓക്കെ, ഇതാണ് എ ആൻഡ് ബിയുടെ ബൗൺസ് ആണ് വന്ന്, ആൻഡ് ദെൻ സി ആണ് ഓൺ ഗോയിങ്. അതാണ് ഇപ്പോൾ സ്ട്രക്ചർ ഇപ്പോൾ കാണുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ, ഈ ബ്ലാക്ക് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഫുൾ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ആ ലെവൽസ് ഏതൊക്കെയാണ്, താഴത്തെ ഈ ഇത് 24,120, 127%. ആ ക്യാൻഡിലിൻ്റെ ലോ ഇത്രയ്ക്ക് ലെവൽസ് 24,000 ആ റൗണ്ട് നമ്പർ. ഓക്കെ, ഇത്രയ്ക്ക് നമ്പേഴ്സ് ആണ്. 127%, 141 ആൻഡ് 168%. ഈ ലെവൽസ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് നമുക്ക് ഉണ്ടാവും. ഇത് ABC സ്ട്രക്ചർ ആണെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ ഈ ബ്ലാക്ക് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആവണം. ഓക്കെ, ഇനി നമുക്ക് നാളത്തെ ഓപ്പണിംഗ് നോക്കാം എങ്ങനെയാണ്. ആൻഡ് സ്ട്രക്ചർ ചേഞ്ച് ആവുന്നത് എപ്പോഴാണ്, ഈ ഒരു ഹൈറ്റ് അബവ് 24,360 അബവ് ഈ സ്ട്രക്ചർ ബുള്ളിഷിലേക്ക് ആകും. സ്ലോ ബുള്ളിഷ് മൂവ് നമുക്ക് കിട്ടുള്ളൂ. സൂക്ഷിച്ച് ട്രേഡ് ചെയ്താൽ മതി. ആ സമയത്ത് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ അത്ര ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. വേഗം നമ്മൾ ബാങ്ക് നിഫ്റ്റി പോകാം. ടൈം ഇന്നും കുറവാണ്, ബിസിയാണ്, അതുകൊണ്ടാണ് ഷോർട്ട് അനാലിസിസ്. ഓക്കെ, റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയുടെ ഇതാണ്, ആൻഡ് സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി പ്രോപ്പർ ഇത് തന്നെയാണ്. ഓക്കെ, ഫർദർ ഡൗൺ സൈഡ് ഇതിൻ്റെ ബില്ല് തന്നെ ആയിരിക്കുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ ബുള്ളിഷ് ഇനി ഇതിൻ്റെ അബവ് മാത്രമേ ആവുള്ളൂ. 56,100 അബവ് പ്രൈസ് പോയാൽ മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രക്ചർ വേറെ ABC ഒന്നും കാണുന്നില്ല. ഈ ബിയുടെ ബൗൺസ് ഓപ്പണിംഗ് ഇതിൻ്റെ ബില്ല് ആണെങ്കിൽ കുറച്ച് ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഈ സപ്പോർട്ടിൻ്റെ ബില്ല് 50,080. ഓക്കെ, സോ കുറച്ച് ഡൗൺ സൈഡ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടുന്ന് ഈ റെസിസ്റ്റൻസ് 55,550 അബവ് പോയാൽ സ്മോൾ അപ്പ് സൈഡ് നമുക്ക് കിട്ടും. അത് ഈ ഒരു ഹൈ വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. സ്ട്രക്ചർ ചേഞ്ച് ഇതിൻ്റെ അബവ് തന്നെ ആവുള്ളൂ. 56,100 അബവ് മാത്രമേ സ്ട്രക്ചർ ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് പോകാം.
സെൻസെക്സ് യെസ് ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കൂടിയായി. സ്ട്രക്ചർ പ്രോപ്പർ സ്ട്രക്ചർ ഇല്ല, എക്സ്പയറി ആയതുകൊണ്ട് പ്രോപ്പർ സ്ട്രക്ചർ ഒന്നും കാണുന്നില്ല. സോ ഈ ലെവലൊക്കെ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തത് ഈ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ കണ്ടാവും. ഇതിൻ്റെ ബൗ മാത്രമേ ABC സ്ട്രക്ചറാണ് ഞാൻ ഇത് നോക്കുന്നത്. A and Bയുടെ ബൗൺസ് and C താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇത് നമ്മൾ മാർക്ക് ചെയ്യുക. ആൻഡ് ദെൻ ഈ ഒരു ലോ കൂടി സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഗ്രീൻ ആക്കി. സോ അത് തന്നെയാണ് നിഫ്റ്റിയുടെ പോലെ തന്നെ A, B and C. ഓക്കെ, C തന്നെ അങ്ങനെ തന്നെ നോക്കുക. ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം നമുക്ക്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഉണ്ടോ, ഈ ഒരു ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എക്സ്പയറി ആയി. ഇനി ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഫെർദർ നമുക്ക് മൂവ് കിട്ടുന്നത്. മോസ്റ്റ് എക്സ്പയറി ആകുമ്പോഴത്തേക്ക് ആക്ച്വലി അവർ നമുക്ക് മൂവ്സ് ഒന്നും തരുന്നില്ല. അതാണ് മെയിൻ ഒരു ഇഷ്യൂ ഇപ്പോൾ കിടക്കുന്നത്. അതാണ് ആർക്കും ഒന്നും മൂവ് കിട്ടണില്ല കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ലെവൽസ്. സപ്പോർട്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലാണ് പിന്നെ താഴേക്ക് ഒന്നും കാണുന്നില്ല. ഇത് തന്നെയാണ് സപ്പോർട്ട് 20,141. ഓക്കെ, ബാക്കി സ്ട്രക്ചർ നമുക്കൊന്ന് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രക്ചർ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പ്രോപ്പർലി ഞാൻ അത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. ഓക്കെ, മോസ്റ്റ്ലി ഈ വീക്കെൻഡ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഈ വീക്കെൻഡ് നമുക്ക് ABC വീഡിയോ നമുക്ക് എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. ABC കാരണം ഈ സമയത്ത് മോസ്റ്റ്ലി പാറ്റേൺസ് ഇൻട്രാഡേ പർപ്പസ്ലി ഇതാവുന്നത് ഫോം ആവുന്നത് ABC സ്ട്രക്ചറാണ്. സോ അതുകൊണ്ട് ABC സ്ട്രക്ചറുടെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം മാക്സിമം. നാളെ ചിലപ്പോൾ വീഡിയോ ഉണ്ടാവില്ല, വീക്കെൻഡ് ആയില്ലോ. സോ ABCയുടെ വീഡിയോ പ്രോപ്പർലി ഞാൻ ഇടാം. അപ്പോൾ മസ്റ്റായിട്ട് കാണണം ABCയുടെ വീഡിയോ. അതും ഐ തിങ്ക് അതൊരു ഗെയിം ചേഞ്ചിങ് വീഡിയോ ആയിരിക്കുള്ളൂ. ബട്ട് പ്രോപ്പർലി കാണും. ഒത്തിരി പ്രാവശ്യം കണ്ടാലേ മാത്രം അത് മനസ്സിലാവുള്ളൂ. മേ ബി വീഡിയോ ലോങ് ആയിരിക്കും, ബട്ട് പഠിക്കാനാണെങ്കിൽ അത് മസ്റ്റായിട്ട് കാണണം. ഒത്തിരി പ്രാവശ്യം കാണണം. ലൈവ് മാർക്കറ്റ് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ആക്ച്വലി ABC സ്ട്രക്ചർ. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.